വാർത്തകൾ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിസ്മയ എൻടർടൈൻമെന്റ് സെന്റർ, പറശ്ശിനിക്കടവ്. എസ്പെജു ഇന്റീരിയേഴ്സ് ആൻഡ് റൂട്ട്സ്, സിറ്റി മോൾ, ഫസ്റ്റ് ഫ്ലോർ, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് സർവീസ്, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. മലബാർ ഇന്റർലോക്ക്, 5ാം പീടിക. ആഗ്നേ വാട്ടർ ട്രീറ്റ്മെന്റ് ടെക്നോളജി, കണ്ണൂർ. ആയുഷ്കാല മുടിയഴകിന് ആര്യ 2+ ഹെയർ ട്രീറ്റ്. പൊൻപരിശുദ്ധിയുടെ അവസാന വാക്ക് അറ്റ്ലസ് ജ്വല്ലറി, ഹൈവേ, തളിപ്പറമ്പ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കൈതപ്രം, പയ്യന്നൂർ. ബിഗ് സ്മാർട്ട്, ട്രെൻഡ്, സ്റ്റൈൽ ആൻഡ് ചോയ്സ്, സിറ്റി സ്ക്വയർ, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. ഷോപ്പിംഗിനുമുണ്ട് സങ്കല്പങ്ങൾ. സോണി ഇലക്ട്രിക്കൽസ്, പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ്, തളിപ്പറമ്പ, പയ്യന്നൂർ. ജയ ഫാഷൻ ജ്വല്ലറി, തളിപ്പറമ്പ്. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. Quality sparkles forever. All leading brands under one roof. Shoprix Supercenter, National Highway, Taliparamba. Retail in detail. ആരെയും കൊതിപ്പിക്കുന്ന ഫർണിച്ചർ വിസ്മയങ്ങളുമായി സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. PKM ആയുർവേദ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ, കണ്ണൂർ. Bobby Cheminor International Groups, Bobby and Maradona, Gold Diamond Jewelry. Indian ITC Bus Stand, Taliparamba, an ISO 9001:2008 certified institution. Metasant, a quality product from Payyavur Crushers. Academy and Pace Computer College, Siran Complex, Taliparamba. ABC Sales Corporation, Taliparamba, Kannur, Payyannur, Kannangad. മികച്ച ഗുണമേന്മ, മിതമായ വില, സേവന മികവ്, വിശ്വസ്തത. Rajdhani Gold, Payyannur, Kondoti, Kumbala and Taliparamba. Koili Heart Center, Koili Hospital, Kannur. St. Mary's Timber and Sawmill, Kuppam, Taliparamba. Phone 9447126749, 0460205623. സംതൃപ്തികൾ തിരഞ്ഞെടുക്കൂ, വിശ്വോത്തര മോഡലുകൾ. ഡ്രീംസ് സാനിറ്ററി ഡോർസ് ആൻഡ് ലോക്സ്, കുട്ടുകൻ കോംപ്ലക്സ്, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. ശ്രീഗന്ധ, വിശ്വസ്തയുടെ പര്യായം. ശ്രീഗന്ധ, എന്നും ജനങ്ങൾക്കൊപ്പം. നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരണത്തിലേക്ക് അദൃശ്യരായവരെ ഓർമ്മിച്ച് തർപ്പണം ചെയ്ത് മോക്ഷം പ്രാപിച്ച ഒരു നാൾ. പിതൃക്കൾക്ക് ബലിയിടാൻ കടൽ തീരങ്ങളിലും പ്രത്യേക ഇടങ്ങളിലും എത്തിയത് ആയിരങ്ങൾ. കാർഗിലിൽ ഇന്ത്യ നേടിയ മഹത്തായ വിജയത്തിന്റെ 15ാം വാർഷിക സ്മരണയിൽ നാട്. വീരമൃത്യു വരിച്ച ധീരജവാന്മാരെ ഓർമ്മിച്ച് യുദ്ധസ്മാരകങ്ങളിൽ പുഷ്പാർച്ചന. സംസ്ഥാന പാതയോരത്ത് കരിമ്പത്ത് നാട്ടുകാർ നിർമ്മിച്ച കാർഗിൽ സ്മാരകത്തോട് അനാദരവ് കാട്ടുന്നതായി പരാതി. കുറ്റിക്കോല് പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് വെള്ളിക്കീൽ പാലത്തിന് സമീപം. ചെങ്കൽ, കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്താൻ ജിയോളജി വിഭാഗം നോട്ടീസ് നൽകി. ക്വാറികളുടെ പ്രവർത്തനം നിലച്ചതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ആശങ്കയിൽ. വാർത്തകൾ വിശദമായി. മരണത്തിലേക്ക് അദൃശ്യരായവരെ ഓർത്ത് അവർക്ക് തർപ്പണം ചെയ്ത് ഒരു നാൾ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റുമായി ആയിരങ്ങളാണ് കർക്കിടക വാവ് ബലി കർമ്മങ്ങൾ നടത്തിയത്. മനുഷ്യജന്മം ലഭിച്ചാൽ പല കർമ്മങ്ങളും വിധിച്ചിട്ടുണ്ടെങ്കിലും ശ്രാദ്ധത്തേക്കാൾ ക്ഷേമകരവും ശ്രേയസ്കരവുമായി മറ്റൊന്നില്ലെന്നാണ് വിശ്വാസം. ബുദ്ധിമാനായ മനുഷ്യൻ പ്രയത്നപൂർവം ശ്രാദ്ധം നടത്തണം. ഏതെങ്കിലും വിധത്തിൽ ഏകാഗ്രചിത്തനായി ശ്രാദ്ധം നടത്തുന്നവൻ സമസ്ത പാപങ്ങളിൽ നിന്നും മോചിതനായി സംസാരചക്രത്തിൽ വീണ്ടും പെടാതെ മോക്ഷം പ്രാപിക്കുമെന്നാണ് പ്രമാണം. ഒരു കഷണം പച്ചക്കറിയോ ഒരു പഴമോ കൊണ്ടെങ്കിലും ശ്രാദ്ധം നടത്തിയാൽ ആ വംശത്തിൽ സർവ്വദുഃഖങ്ങളും ഒഴിഞ്ഞുമാറുന്നു എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു. ഏതൊരുവൻ ശ്രാദ്ധകർമ്മത്താൽ തന്റെ മൃതരായ പിതൃപിതാമഹാദി
പിതൃവർഗത്തെ തൃപ്തിപ്പെടുത്തുന്നുവോ അവൻ പിതൃഹൃണത്തിൽ നിന്നും മോചിതനായി ബ്രഹ്മലോകം പോകുന്നു എന്ന് വിഷ്ണുസ്മൃതിയിൽ പറയുന്നു. ആയിരങ്ങളാണ് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് പിതൃതർപ്പണത്തിനെത്തിയത്. മാതൃപിതൃ പിതാമഹ പ്രപിതാമഹന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന് ശ്രാദ്ധം എന്നു പേർ. ന സന്ധി പിതരേശ്വേതി കൃത്വാ മനസിയോ നര ശ്രാദ്ധം ന കുരുതേ തത്ര തസ്യ രക്തം പിബന്ധിതേ. ഉചിതമായ തിഥികളിൽ പിതൃക്കളെ ഭക്തിപുരസ്സരം ബഹുമാനിച്ച് ശ്രാദ്ധം നടത്തിയില്ലെങ്കിൽ അവരെ ശപിച്ച് പിതൃക്കൾ രക്തപാനം നടത്തുമെന്ന് ആദിത്യ പുരാണത്തിൽ പറയുന്നു. കർക്കിടക വാവുനാൾ വാവു ബലിയർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കർക്കിടക വാവ് ദിനത്തിൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ ആയിരങ്ങളാണ് പിതൃതർപ്പണം നടത്തിയത്. ശ്രീകൃഷ്ണ സേവാ സമിതി നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി മികച്ച സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത്. 3000-ഓളം പേർ പിതൃതർപ്പണം നടത്താനെത്തിയിരുന്നു. കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ പിതൃക്കളുടെ അനുഗ്രഹത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മമാണ് പിതൃതർപ്പണം. ഹൈന്ദവ വിശ്വാസികളെല്ലാം വളരെ വിശ്വാസത്തോടുകൂടി ഈ കർമ്മം അനുഷ്ഠിക്കുന്നു. കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള സ്മരണ പുതുക്കൽ കൂടിയാണ് ഈ ചടങ്ങ്. ബ്രഹ്മാവിന്റെ കാലം തൊട്ടുള്ള പിതൃപരമ്പര മുതൽ കുടുംബത്തിലെ എല്ലാ താവഴികളിലും പെട്ടവർ മൺമറഞ്ഞു പോയവർക്കു വേണ്ടിയാണ് പിതൃതർപ്പണം നടത്തുന്നത്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ക്ഷേത്രച്ചിറയിൽ കുളിച്ചു വരുന്നവർ പിണ്ടക്കുളത്തിലാണ് ബലിയിട്ടത്. ക്യൂ സിസ്റ്റത്തിൽ ഇപ്പോൾ പിണ്ടം വെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടാണുള്ളത്. പിണ്ടക്കുളം നവീകരണം, അതുപോലെ അന്നദാനം, നിത്യ അന്നദാനം സേവാസമിതിയാണ് നടത്തുന്നത്. നിത്യ അന്നദാനത്തിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഇന്ന് 10 മണിയോടുകൂടി തന്നെ 2000-ലധികം ആൾക്കാർ പിണ്ടം വയ്ക്കാനുള്ള ടോക്കൺ സമ്പാദിച്ചു കഴിഞ്ഞു. ഇനിയും ആൾക്കാർ ക്യൂവിലാണ്. അത് ഏകദേശം ഞങ്ങൾ 4 മണിയോടുകൂടിയിട്ട് ഇന്നത്തെ ഈ കർക്കിടവാവ് പ്രമാണിച്ചുള്ള പിണ്ട സമർപ്പണം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് ഞങ്ങൾ പ്രത്യേകമായി പിണ്ടക്കുളത്തിൽ ചെറിയ സൗകര്യമേ ഉള്ളുവെങ്കിലും അതിൽ തന്നെ 30 ആൾക്ക് ഒരേ സമയം പിണ്ടം വയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നട തുറന്നാൽ ഉച്ചയ്ക്ക് 12 മണിവരെ ബലിയിടുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീകൃഷ്ണ സേവാ സമിതി തൃച്ചംബരം ദേവസ്വം TTK ദേവസ്വമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇവിടെ നമ്മൾ കർക്കിടവാവിന് പിതൃകർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ദൈനംദിനമായിട്ട് പ്രവൃത്തി നടക്കുന്നത് പലരും അറിയാറില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം തിരക്ക് വിടുന്നതിന് പകരം ദൈനംദിനമായിട്ട് നിത്യേന എല്ലാ ദിവസവും 7 മണി മുതൽ 12 മണി വരെ എല്ലാ സൗകര്യങ്ങളും ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ പ്രത്യേക കർമ്മികൾ കർമ്മം ചെയ്യേണ്ട നമ്പൂരി അവർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമിതി മുൻകൂട്ടി ബുക്ക് ചെയ്താലും പ്രശ്നമില്ല. 7 മണിക്ക് ശേഷം വന്നാൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. സ്ഥിരം ഒരു പൂജാരി അവിടെ തന്നെ ഉണ്ടാവും, കർമ്മി അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ കർമ്മം ചെയ്യാനുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. 2600 വരെ ടോക്കണുകളാണ് കൊടുത്തതെങ്കിലും 3000-ഓളം ഭക്തർ പിതൃതർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കാർഗിൽ വിജയദിനത്തിൽ മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് നാടിന്റെ സ്മരണാഞ്ജലി. കണ്ണൂർ ജില്ലക്കാരായ 46 ധീര യോദ്ധാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടന്നു. ചടങ്ങിൽ DSC സെൻട്രൽ CA ബറ്റാലിയൻ സേനാംഗങ്ങൾ, സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച സീനിയർ ഓഫീസർമാർ, വിമുക്ത ഭട സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാരെ രാജ്യം സ്മരിക്കുമ്പോൾ കാർഗിൽ സ്മരണക്കായി നാട്ടുകാർ നിർമ്മിച്ച സ്മാരകം അനാദരവിനാൽ നശിക്കുന്നു. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം ദേശീയപാതയിൽ കരിമ്പം ETCക്ക് മുന്നിലാണ് കാർഗിൽ സ്തൂപം അനാഥമായി കിടക്കുന്നത്. രാജ്യമെങ്ങും വിവിധ പരിപാടികളാൽ കാർഗിൽ സ്മരണ പുതുക്കുമ്പോൾ പുഷ്പാർച്ചന പോലുമില്ലാതെ സ്മാരകത്തെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുന്നത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു. പ്രമുഖർ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തതാണ് ഈ സ്മാരകം.
ഈ സ്മാരകത്തോടും പോരാട്ടത്തോടും ഒരു മുൻപായിട്ടത് മാറിയെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ പിടിവെടുത്ത് നിർമ്മിച്ച ഈ സ്മാരകം ഇപ്പോൾ ഒരു നഗരമേഖലയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള നഗരങ്ങളും വളരെ മുമ്പ് ഈ സ്മാരകത്തോട് പുലർത്തുന്നത് രാജ്യദ്രോഹമായി തന്നെ കണ്ട് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇതിനടുത്ത് തന്നെ 1932 നിർമ്മിച്ച ചുമട് താങ്ങി നോക്കുകുത്തിയായി നിൽക്കുന്നുണ്ട്. നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ചതാണ് കാർഗിൽ സ്മാരകം. ഇതിന്റെ പരിസരമെല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ്. ഇത് വൃത്തിയാക്കുവാൻ പോലും ആരും തയ്യാറായിട്ടില്ല. കൊട്ടിഘോഷിച്ച് നിർമ്മിച്ചവർ ഇത് സംരക്ഷിക്കുന്നതിലും ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അനധികൃതമായി മണൽ വാരുന്നതിനിടെ തോണി പിടികൂടി. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തോണി പിടികൂടിയത്. കുപ്പംപുഴയിൽ പടവിൽ നിന്നാണ് പരിയാരം പോലീസ് തോണി കസ്റ്റഡിയിലെടുത്തത്. മണൽ നിരോധനം നടക്കുമ്പോഴും രാത്രിയുടെ മറവിൽ പൂഴിവാരൽ നടക്കാറുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ മണൽ വാരുന്നത്. ഇത് തടയുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ, നാട്ടുകാർ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരടങ്ങുന്നതാണ് സമിതി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പുഴയുടെ തീരത്ത് കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ തോണി കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ കെട്ടിവലിച്ച് കുപ്പം പഞ്ചായത്ത് കടവിലെത്തിക്കുകയായിരുന്നു. നിലവിൽ ഇവിടെ 6 പാസാണ് ഈ കടവിനുള്ളത്. ഈ 6 പാസ് കഴിഞ്ഞ് വരുന്ന പുഴികളെല്ലാം അനധികൃതമായിട്ട് പോകുന്നതാണ്. ഇവിടെ സ്റ്റോക്ക് വരുന്നുണ്ട് കുറേശ്ശം പുഴികൾ, അതെല്ലാം അനധികൃതമായിട്ട് ഇടുന്ന് എല്ലാവരും ഇതിൽ കൂട്ടു നിൽക്കുന്നുണ്ട്. വാരുന്നവരുണ്ട്, പഞ്ചായത്തിന്റെ ആൾക്കാരുണ്ട്, ഇടുന്ന എല്ലാവരും, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണത്. ഇന്ന് സംഭവിച്ചത്, ഇന്ന് നാട്ടുകാർ പിടിച്ചതാണ് ഈ തോണി പടവിന്ന്. പടവില് അവിടെ കൈപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഉള്ളിലായിട്ട്, അവിടുന്ന് പിടിച്ചതാണ്. കോരി കഴിഞ്ഞതിന് ശേഷം പിടിച്ചതെന്ന്. അതിൽ കുറച്ച് പൊഴിയുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി ഇറക്കിയതൊക്കെ കാണാം. പിടിച്ചെടുത്ത തോണി പഞ്ചായത്തിന്റെ അനുമതിയോ നമ്പറോ ഇല്ലാത്തതാണെന്ന് ജാഗ്രതാ സമിതി ചെയർമാൻ പറഞ്ഞു. ഇതിപ്പോ നമ്മളെ പഞ്ചായത്തിന്റെ ചീനിയെല്ലാം അനധികൃത ചീനിയായിരുന്നു. നമ്മളെ പഞ്ചായത്തിന്റെ ചീനിയെല്ലാം പരിയാരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് സീലും ഇതും വെച്ചിട്ടുണ്ട്. ആ ചീനകളൊക്കെ തന്നെ 15-ാം തീയതി മുതൽ എല്ലാ ചീനിയും നമ്മളെ ഇത് കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ കുപ്പം പാലത്തിന് സമീപത്ത് നിന്നുമാണ് പൂഴി വാരുന്നത്. പുലർകാലങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് വണ്ടികളിൽ കടത്തുകയാണ് പതിവ്. കുട്ടികളടക്കമുള്ള നാട്ടുകാർ ഇതിനെതിരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും അനധികൃത മണൽവാരൽ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വെള്ളിയാഴ്ച കുറ്റിക്കോൽ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വെള്ളിക്കിലി പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. നണിയൂർ നമ്പറം ഹിന്ദു LP സ്കൂളിന് സമീപം KN രാംദാസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് കുറ്റിക്കോൽ പാലത്തിന് മുകളിൽ നിർത്തിയിട്ട ബൈക്ക് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പരിശോധനയിൽ ബൈക്ക് ഉടമസ്ഥൻ രാംദാസ് ആണെന്ന് മനസ്സിലായി. തുടർന്ന് പുഴയിൽ ചാടിയിരുന്നു എന്ന സംശയത്തിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് പുഴയിൽ പരിശോധന നടത്തി. ഫയർഫോഴ്സ് റബ്ബർ ഡങ്കി ഉപയോഗിച്ച് 2 കിലോമീറ്റർ വരെ പരിശോധന നടത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൂണ്ടയിടുവാൻ പോയ നാട്ടുകാരാണ് ചെമ്മീൻ കണ്ടിയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തളിപ്പറമ്പ് SI KJ ബിനോയ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. രാംദാസിന് 41 വയസ്സായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ കോളേജിൽ പ്രവേശനത്തിനായി നൽകിയ സംഭാവനയും ഫീസും തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. 2011-12 NRI കോട്ടയിൽ MBBSന് പ്രവേശനം ലഭിച്ച പത്തനംതിട്ടയിലെ റിക്കു ജോർജ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അഡ്മിഷൻ നൽകിയ തുക തിരികെ നൽകണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ജ്യേഷ്ഠൻ റോബിൻ K. റോയ്, ബന്ധുവായ രത്നമണി, കൊട്ടിയൂരിലെ രാംദൻ KT എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. എന്റെ പേര് റോബിൻ റോയ് ജോർജ്. റിക്കു റോയ് എന്റെ അനുജന്റെ പേരാണ്. 2 വർഷം മുമ്പ് ഇവിടെ അഡ്മിഷൻ എടുക്കുകയും ഇവര് മാനേജ്മെന്റ് എന്റെ അപ്പനമ്മയുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും പൈസയായിട്ട് 30 ലക്ഷം രൂപ ഡൊണേഷനും 5 ലക്ഷം രൂപ ഫീസായിട്ട് വാങ്ങുകയും ചെയ്തു. ഈ പൈസ ഞങ്ങൾ ലോണായിട്ട് എടുത്ത പൈസയാണ്. അവർ ഗൾഫിലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൾഫിൽ നിന്ന് അവിടുന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും വസ്തു പണയം വെച്ചെടുത്ത പൈസയാണ്. അപ്പോൾ യാദൃശ്ചികമായ 2-3 മാസത്തിന് ശേഷം എൻ്റെ അനുജൻ ഇങ്ങനെ കൊണ്ടോട്ടി വരെ പോവുകയും അവിടെ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പം 2-3 മാസം ഇവിടെ പഠിക്കുകയുണ്ടായുള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവരെ മാനേജ്മെന്റിനെ ഇത് ഫോർവേഡ് ചെയ്ത് അവരോട് പറയുന്നുണ്ട് എങ്ങനെയും ഫീസ് പകുതി പൈസയെങ്കിലും അല്ലെങ്കിൽ ഫീസ് കുറേ അവർക്ക് വേണ്ടി ഫീസ് എന്തെങ്കിലും എടുത്ത് കുറച്ച് പൈസയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി തിരിച്ച് റിട്ടേൺ ചെയ്യാൻ കൊണ്ട് പറയുന്നുണ്ട്. കാരണം എനിക്ക് ഇനിയും ഒരു അനുജനുണ്ട്.
അവൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി അവൻ +2 കഴിഞ്ഞിട്ട് നിൽക്കുക. വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി അവന് യാതൊരു വിധമായിട്ട് സാമ്പത്തിക ഇപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി. പ്രവേശന ഫീസ് തിരിച്ചു ലഭിക്കണമെന്ന ആവശ്യവുമായി നടത്തിവരുന്ന സമരത്തിനെപ്പറ്റി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭാസ്കരൻ ഇങ്ങനെ പ്രതികരിച്ചു. കോളേജിൽ സീറ്റിൽ പ്രവേശനം നേടിയ റിക്കു ജോർജ് എന്ന കുട്ടിയിൽ നിന്നും ഗവൺമെന്റ് നിശ്ചയിച്ച തുക മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്രതീക്ഷിതമായി കോഴ്സ് മുടങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 2011-12 ബാച്ചിൽ ഈ പറഞ്ഞ റിക്കു എന്ന കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സാധാരണ കുട്ടികളുടെ അടുത്ത് നിന്ന് ഇദ്ദേഹം ഒരു NRI സ്റ്റുഡൻ്റായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അന്ന് സാധാരണ എല്ലാ NRI കുട്ടികളുടെ അടുത്ത് നിന്നും മേടിക്കുന്നത് പോലെ ഗവൺമെൻറ് പറഞ്ഞ ഫീസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഫീസ് മേടിച്ചാൽ ഒരു കുട്ടി ആക്സിഡൻറ്റിൽ മരിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാലും സുപ്രീം കോടതി വെർഡിക്റ്റ് പ്രകാരം ആ കുട്ടി ആ കോഴ്സ് തീരുന്നത് വരെയുള്ള ഫീസ് അടച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. അതിനാണ് ഒരു ഗവൺമെൻറ് ഗ്യാരണ്ടി, ബാങ്ക് ഗ്യാരണ്ടി രീതിയിൽ മേടിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ മേടിക്കാം. പക്ഷേ ഈ കുട്ടി ഏതെങ്കിലും കാരണവശാൽ ഡിസ്കണ്ടിന്യൂ ആണെങ്കിൽ ആ കുട്ടിയുടെ പേരൻസ് ആ കുട്ടിയുടെ എല്ലാ വർഷത്തെ ഫീസും കൊടുക്കണമെന്ന് നിർബന്ധമാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കണ്ണൂർ ജില്ലാ സെക്യൂരിറ്റീസ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തേതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ജനങ്ങൾക്കെതിരായ നടപടികളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അതിനെയെല്ലാം ന്യായീകരിക്കാനുള്ള ചില ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ചില സ്കൂളുകളും മറ്റും കൊടുത്തതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ടില്ലേ, പൊതുമേഖലയിൽ കൊടുക്കുന്നു. ഇപ്പൊ +2 സ്കൂളുകളും അതുപോലെ തന്നെ ബാച്ചുകളും കൊടുത്തു. എവിടെയാണ് കൊടുത്തത്? മഹാഭൂരിപക്ഷവും അത് സ്വകാര്യ മേഖലക്കാണ്, എയ്ഡിന്റെ മേഖലക്കാണ് കൊടുത്തത്. അതിലെല്ലാം ആയിരങ്ങളുടെ കോടികളുടെ അഴിമതി നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഒരു സ്വകാര്യ സ്കൂൾ ഒരു യൂണിയന് പണി കിട്ടണമെങ്കിൽ 5 ലക്ഷം കൊടുക്കണം. M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PV കരുണാകരൻ, വാടി രവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. CMBയുടെ ആഭിമുഖ്യത്തിൽ PM ഗോപാലൻ 16ാം ചരമവാർഷിക ദിനാചരണം പാപ്പിനിശ്ശേരിയിൽ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ വിതരണം ചെയ്തു. പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂളിൽ നടന്ന പരിപാടി ചൂരായി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ എഴുന്നേൽക്കണോ? നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. അമ്മ എഴുന്നേറ്റ് അടുക്കള പണിയെടുക്കുന്ന സമയത്ത് ഉണർന്നു വേണം കുട്ടികളെന്നാണ്. അതിന്റെ ഗുണം എന്താണെന്നറിയോ? സായിബുമാർ പറഞ്ഞിരുന്ന ഗുണം മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈഫ്. MV കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CV ശശീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുട്ടികൾക്കുള്ള പുസ്തക വിതരണം ചൂരായി ചന്ദ്രനും ഔഷധ തൈ വിതരണം PV വത്സനും നിർവഹിച്ചു. TV പ്രകാശൻ, E അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 31-ന് ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടക്കും. നിർമ്മാണ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. മണ്ണും മണലും എടുക്കുന്നത് സംബന്ധിച്ചുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുക, ടിപ്പർ ആൻഡ് എർത്ത് മൂവ്മെന്റ് എക്യുപ്മെന്റ്സ് മെഷീനറികളെയും മറ്റും അന്യായമായി കേസിൽപ്പെടുത്തുന്ന പോലീസ്, RTO, റവന്യൂ, ജിയോളജി വകുപ്പുകളുടെ നടപടി അവസാനിപ്പിക്കുക, നിർമ്മാണ മേഖലയിൽ അത്യാവശ്യ ഘടകമായ ക്വാറി, ക്രഷർ, ചെങ്കൽ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം പിൻവലിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നത്തിന് പരിഹാരം കാണുക, ക്വാറി, ക്രഷർ, ചെങ്കൽപ്പണകൾ തുടങ്ങിയവ നിർത്തിവെക്കാനുള്ള ഹരിത ട്രൈബ്യൂണൽ വിധി പുനഃപരിശോധിക്കുവാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുക, ക്ഷേമനിധി ഓഫീസിലെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആഗസ്റ്റ് 31-ന് വ്യാഴാഴ്ച 11:30 മണിക്ക് കലക്ടറേറ്റ് മുന്നിൽ ധർണയും
പ്രകടനവും മാർച്ചും ധർണയും നടത്താൻ വേണ്ടി ടിപ്പർ റിമൂവൽ സമിതി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ ഭാസ്കരൻ, സെക്രട്ടറി പി എ ശ്രീജയൻ, അബൂബക്കർ മാവിച്ചേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആയിരക്കണക്കിന് കരിങ്കൽ ചെങ്കൽ ക്വാറി തൊഴിലാളികൾക്ക് തൊഴിലില്ലാതായി. പാരിസ്ഥിതിക പ്രശ്നം മുൻനിർത്തി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജിയോളജി വിഭാഗം ക്വാറികൾ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയതോടെയാണ് ഇത്. ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, ബ്ലാത്തൂർ, ചേപ്പറമ്പ് തുടങ്ങിയ മലയോര മേഖലകളിൽ 100 കണക്കിന് ക്വാറികളുണ്ട്. ഇവ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി കഴിഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ക്വാറികളിൽ ഏറെയും ജോലി ചെയ്യുന്നത്. हम लोग अभी बहुत दूर से आया है, असम से आया है इधर. हम गरीब आदमी है, काम करने के लिए आया है इधर. अभी इधर कोई वहाँ का आदमी कहता है कि 1 हफ्ता बंद रहेगा, कोई कहता है 3 दिन, कोई कहता है 1 महीना. अभी हमारा क्या हालत होगा? हम लोग इधर तो काम करने के बाद हम लोग को खाना मिलता है इधर. इधर हमारा अपन वाला आदमी तो कोई नहीं है, खाने का पैसा भी नहीं है हमारा पास. मलयाली में अभी ये हफ्ता बंद सब लोग कहता है, इसीलिए अच्छी तरह से काम भी नहीं किया. हफ्ते में 1 दिन काम किया, वो पैसा राशन में खर्चा हो गया. നിർമ്മാണ മേഖലയും സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. ജില്ലയിലെ എല്ലാ ക്വാറികളും നിർമ്മാണ പ്രവർത്തനം നിർത്തിയതോടെ കല്ലുകൾ കയറ്റുന്ന 100 കണക്കിന് വാഹന ഡ്രൈവർമാരും തൊഴിലാളികളും അടക്കം ആശങ്കയിലായി. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമയെ ഏൽപ്പിച്ച സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ മാതൃകയായി. കണ്ണൂർ സ്വദേശികളായ നിഖിൽ, മൃദുൽ എന്നിവരെ തളാപ്പ് ചാച്ചാജി ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഡിസിസി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൽകുന്ന രീതിയിൽ 2 മക്കൾ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നു. മൃദുലും നിഖിലും 2 പേർ അവർ ഈ നാട്ടിന് കാണിച്ചു തന്ന, നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ മക്കൾക്ക് കാണിച്ചു തന്ന വലിയൊരു സന്ദേശമാണ് ഇന്നിവിടെ അഭിമാനപൂരിതമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത്. കൌൺസിലർ എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ പ്രമോദ്, പ്രേംകീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാലസ്തീനിൽ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശ്രീകണ്ഠപുരത്ത് പ്രകടനവും ധർണയും നടന്നു. പാണക്കാട് ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 6:30 നഗരം ചുറ്റിയായിരുന്നു പ്രതിഷേധ പ്രകടനം. വി സി പക്കർ ഹാജി, കെ പി മുനീർ, കെ പി മുസ്തഫ, കെ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. കല്ലേശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ബാലസഭയുടെ ഉദ്ഘാടനം നടന്നു. വി വി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി സജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ വിലാസിനി, ശോഭന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. കുവൈത്ത് KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പെൻഷൻ വിതരണവും തളിപ്പറമ്പ് ബാംബു ഫ്രഷ് ഹാളിൽ നടന്നു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അസ്ലം അൽ മഷ്ഹൂർ തങ്ങൾ പ്രാർത്ഥന നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ പദ്ധതി ഉദ്ഘാടനം സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് VK അബ്ദുൾ ഖാദർ മൌലവിയും വിദ്യാഭ്യാസ അവാർഡ് ദാനം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം KV മുഹമ്മദ് കുഞ്ഞിയും നിർവഹിച്ചു. മുഅല്ലിം അവാർഡ് ദാനം സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങൾ നിർവഹിച്ചു. തളിപ്പറമ്പ് ജുമാ മസ്ജിദ് ഖത്തീബ് ഉമർ നദ്വി തോട്ടിക്കൽ പ്രഭാഷണം നടത്തി. BP വമ്പൻ, മുസ്തഫ പെരിങ്ങോം, ബഷീർ ബാത്ത, സയ്യിദ് നിസാർ തങ്ങൾ, ഇസ്മായിൽ ബേവിഞ്ച, MR നാസർ, KK അഷ്റഫ്, മഹമ്മൂദ് അള്ളാങ്കുളം, ഹനീഫ ഏഴാമൈൽ, AV അഷ്റഫ്, ഇക്ബാൽ അള്ളാങ്കുളം, TK ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ. മാനവ സൌഹാർദ്ദത്തിന്റെ മാതൃകയായി സ്നേഹസംഗമം DYFI ഇരണാവ് ആനാംകോവിലിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. ഇഫ്താർ വിരുന്നിലേക്ക് വേണ്ട വിഭവങ്ങൾ സമീപത്തെ വീടുകളിൽ നിന്നാണ് എത്തിച്ചത്. ജാതി, മത, രാഷ്ട്രീയ പരിഗണനകളില്ലാതെ മിക്ക വീടുകളിൽ നിന്നും പലഹാരങ്ങൾ എത്തിക്കുകയായിരുന്നു. നിരവധി യാത്രക്കാരും വിരുന്നിൽ പങ്കാളികളായി. പരിപാടി DYFI ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ടക്കൈ ഉദ്ഘാടനം ചെയ്തു. KV വിജേഷ് അധ്യക്ഷത വഹിച്ചു.
കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കണ്ണൻ, CPM ഏരിയ കമ്മിറ്റി അംഗം ടി ചന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി PP കുഞ്ഞിക്കണ്ണൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PP ഷാജിർ, K സിബു, K ബാലൻ, P കുഞ്ഞി മുഹമ്മദ്, PP കുഞ്ഞി മൊയ്തീൻ, തോട്ടത്തിൽ ചന്ദ്രൻ, T മെഹ്റൂബ്, V ജാഷിർ, PN സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് യൂത്ത് വിംഗ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും ഇഫ്താർ സംഗമവും നടന്നു. 7 മൈൽ ടീക്ക് ഫോറസ്റ്റ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് KP ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. SSLC വിജയികൾക്കുള്ള അവാർഡ് വിതരണം തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ റംല ബക്കർ നിർവഹിച്ചു. മന്ന ഖത്തീബ്, ഹാഷിർ ബാഘവി റംസാൻ സന്ദേശം നൽകി. യൂത്ത് വിംഗ് പ്രസിഡന്റ് KS റിയാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി P ഗുൽസാർ, VP സുമിത്രൻ, VKV മനോജ്, തളിപ്പറമ്പ് CI സന്തോഷ്, P സിദ്ദിഖ്, T പ്രകാശൻ, MA മുനീർ, തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ JS ശ്രീകുമാർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, പ്രസ് ഫോറം പ്രസിഡന്റ് M ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. നടുവിൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും KMCCയുടെയും ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ആലക്കോട് CI CK സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്റെ റംസാൻ ആശംസകൾ. അതോടൊപ്പം തന്നെ ഈ ഒരു മാസം നിങ്ങൾ കാണിച്ച ത്യാഗവും സന്നദ്ധതയും മാനസിക സഹിഷ്ണുതയും ഒക്കെ നിങ്ങളുടെ ഭാവിയിലെ ഐശ്വര്യപൂർണമായ സമാധാനപരമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നല്ല ഒരു സുഖകരമായ കുടുംബജീവിതത്തിലേക്ക് ഭാവി ജഗദീശൻ നല്ല ഒരു ഭാവി ഉണ്ടാക്കി തരട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി K മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നാസർ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. KP കേശവൻ, ദാമോദരൻ, അഡ്വക്കേറ്റ് കണ്ണൻ, CH ബഷീർ, KP നാസർ, VP മൂസാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരണത്തിലേക്ക് അദൃശ്യരായവരെ ഓർമ്മിച്ച് തർപ്പണം ചെയ്ത് മോക്ഷം പ്രാപിച്ച ഒരു നാൾ. പിതൃക്കൾക്ക് ബലിയിടാൻ കടൽ തീരങ്ങളിലും പ്രത്യേക ഇടങ്ങളിലും എത്തിയത് ആയിരങ്ങൾ. കാർഗിലിൽ ഇന്ത്യ നേടിയ മഹത്തായ വിജയത്തിന്റെ 15ാം വാർഷിക സ്മരണയിൽ നാട്. വീരമൃത്യു വരിച്ച ധീരജവാന്മാരെ ഓർമ്മിച്ച് യുദ്ധസ്മാരകങ്ങളിൽ പുഷ്പാർച്ചന. സംസ്ഥാന പാതയോരത്ത് കരിമ്പത്ത് നാട്ടുകാർ നിർമ്മിച്ച കാർഗിൽ സ്മാരകത്തോട് അനാദരവ് കാട്ടുന്നതായി പരാതി. കുറ്റിക്കോല പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് വെള്ളിക്കീൽ പാലത്തിന് സമീപം. ചെങ്കൽ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്താൻ ജിയോളജി വിഭാഗം നോട്ടീസ് നൽകി. ക്വാറികളുടെ പ്രവർത്തനം നിലച്ചതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ആശങ്കയിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.